നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭയിൽ ബി.ജെ.പി. നേതാവ് അനുരാഗ് ഠാക്കൂറിന്റെ പ്രസംഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. പ്രതിപക്ഷ നേതാവ് എൽ.ഒ.പി. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെ മുൻ കേന്ദ്രമന്ത്രി ഠാക്കൂറിന്റെ പ്രസംഗം തീർച്ചയായും കേൾക്കേണ്ടതാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. എന്റെ ചെറുപ്പവും ഊർജ്ജസ്വലനുമായ സഹപ്രവർത്തകൻ ശ്രീ അനുരാഗ് ഠാക്കൂറിന്റെ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇന്ത്യ സഖ്യത്തിന്റെ വൃത്തികെട്ട രാഷ്ട്രീയം തുറന്നുകാട്ടുന്ന വസ്തുതകളുടെയും നർമ്മത്തിന്റെയും സമ്പൂർണ്ണ സംയോജനം പ്രധാനമന്ത്രി മോദി ചൊവ്വാഴ്ച വൈകുന്നേരം എക്സിൽ കുറിച്ചു. യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു ഇത്. അനുരാഗ് ഠാക്കൂർ ബി.ജെ.പി. നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരായ ചക്രവ്യൂഹ പരിഹാസത്തിന് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു. മുൻ കോൺഗ്രസ് നേതാവ് എൽ.ഒ.പിയെ പ്രചാരണ നേതാവ് എന്ന നിലയിൽ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് ആരോപിച്ചു. കോൺഗ്രസിൽ ഒ.ബി.സികളുടെ നിർവചനം അളിയൻ കമ്മീഷൻ മാത്രമാണെന്നും മറ്റു പിന്നോക്ക വിഭാഗങ്ങളല്ലെന്നും താക്കൂർ ആരോപിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഒ.ബി.സി സംവരണത്തോടുള്ള എതിർപ്പും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഏതാനും പേർ ആകസ്മിക ഹിന്ദുക്കളാണെന്നും മഹാഭാരതത്തെക്കുറിച്ചുള്ള അവരുടെ അറിവും ആകസ്മികമാണെന്നും പേരുകൾ പരാമർശിക്കാതെ താക്കൂർ പറഞ്ഞു. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ എതിർക്കുകയായിരുന്നു അനുരാഗ് ഠാക്കൂർ. തന്റെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജാതി സെൻസസിന് എതിരെ അദ്ദേഹം തിരിച്ചടിച്ചു. ജാതി അറിയാത്തവരാണ് എണ്ണുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതെന്നും പറഞ്ഞു. പ്രസംഗത്തിനിടെ കോൺഗ്രസിന്റെ അഴിമതികൾ തുറന്നുകാട്ടി. രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് മുൻ കോൺഗ്രസ് സർക്കാരിന്റെ പല പോരായ്മകളും അദ്ദേഹം നിരത്തി. ചക്രവ്യൂഹത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച അനുരാഗ് ഠാക്കൂർ 1947 മുതൽ തുടർച്ചയായി അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകളെ കുറിച്ച് കോൺഗ്രസ് എം.പി. ശശി തരൂർ എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികളും പറഞ്ഞിരുന്നു. രാഹുലിന്റെ ചക്രവ്യൂഹ പരാമർശങ്ങളെ ലക്ഷ്യമിട്ട് ബി.ജെ.പി. നേതാവ് അനുരാഗ് ഠാക്കൂർ രാജീവ് താമരയുടെ പര്യായമാണെന്ന് പറഞ്ഞു. നിങ്ങൾ താമരയെ അക്രമവുമായി ബന്ധപ്പെടുത്തി, അതിനർത്ഥം രാജീവിനെ അക്രമവുമായി ബന്ധപ്പെടുത്തുന്നു എന്നാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.